കണ്ണൂർ പാനൂരിൽ കാട്ടുപന്നിയുടെ കുത്തേറ്റ് 75-കാരൻ മരിച്ചു. പാനൂർ വള്ളായി സ്വദേശി ശ്രീധരനാണ് മരിച്ചത്. കാട്ടുപന്നി ആക്രമിച്ചത് കൃഷിയിടത്തിൽ വെച്ച്. കൂടുതൽ വിവരങ്ങളുമായി നിഖിലാണ് ചേരുന്നത്. നിഖിൽ, ഗുരുതരമായ സംഭവം തന്നെയാണ് കാട്ടുപന്നിയുടെ ആക്രമണം എന്നുള്ളത്. ഇവിടെ വന്യമൃഗങ്ങളുടെ ശല്യമുള്ള പ്രദേശമാണോ? എങ്ങനെയാണ് ഈ ഒരു മരണം സംഭവിച്ചത്? ദാരുണമായ ഒരു സംഭവം ഉണ്ടാകുന്നത് കൃഷിയിടത്തിൽ നനയ്ക്കാനും മറ്റ് കൃഷി നോക്കുന്നതിനുമായി പോയപ്പോഴായിരുന്നു ശ്രീധരനെ ഇത്തരത്തിൽ കാട്ടുപന്നി ആക്രമിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. മരച്ചീനി, വാഴ, പച്ചക്കറി തുടങ്ങിയ കൃഷികൾ അവിടെ ചെയ്തു വരുന്നുണ്ടായിരുന്നു. അതിന് എല്ലാ ദിവസവും അവിടെ പോകുന്നതുമാണ്. ഇങ്ങനെ എത്തിയപ്പോഴാണ് രാവിലെ 9 മണിയോടുകൂടി കാട്ടുപന്നി ഇദ്ദേഹത്തെ ആക്രമിച്ചത്. ഈ പരിസരത്തുണ്ടായിരുന്ന ആളുകൾ ഇങ്ങനെ കാട്ടുപന്നി ആക്രമിക്കുന്നത് കണ്ടു ഓടിച്ചെല്ലുകയായിരുന്നു. അങ്ങനെ ഓടിച്ചെല്ലുന്ന സമയത്തും ഈ പന്നി ഇയാളെ കുത്തിക്കൊണ്ട് നിൽക്കുകയായിരുന്നു എന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത്. ഏതായാലും ഈ പ്രദേശത്ത് കാട്ടുപന്നി ശല്യം രൂക്ഷമാണ് എന്ന് തന്നെയാണ് നാട്ടുകാർ പറയുന്നത്. ഈ പച്ചക്കറിയും മറ്റും കൃഷി ചെയ്യുന്ന സീസൺ ആയതുകൊണ്ട് തന്നെ ഈ സമയത്ത് കാട്ടുപന്നികൾ സ്ഥിരമായി ഈ പാടത്ത് തമ്പടിക്കുന്ന ഒരു സാഹചര്യമുണ്ട് എന്നും നാട്ടുകാർ പറയുന്നു. ഇങ്ങനെ ഗുരുതരമായി പരിക്കേറ്റ ശ്രീധരനെ തലശ്ശേരിയിലെ ആശുപത്രിയിലേക്ക് എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. അപ്പോഴേക്കും മരിച്ചിരുന്നു. നിഖിൽ, കാട്ടുപന്നിയുടെ ആക്രമണം എന്ന് പറയുമ്പോൾ ഏറെ ഗുരുതരമാണ്. പലതരത്തിലുള്ള വന്യമൃഗങ്ങളുടെ ആക്രമണങ്ങൾ ഉണ്ടാകുന്നു. ഇപ്പോൾ കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ ഒരാളുടെ ജീവൻ നഷ്ടമായി എന്ന് പറയുമ്പോൾ നിലവിൽ അവിടെ എന്തെല്ലാം തരത്തിലുള്ള ജാഗ്രതാ നിർദ്ദേശമാണ് ഇപ്പോൾ പുറപ്പെടുവിച്ചിരിക്കുന്നത്? പ്രത്യേകിച്ച് ഈ ഗ്രാമപ്രദേശങ്ങളിലും ഒപ്പം തന്നെ ഈ കൃഷി ചെയ്യുന്ന നെൽപ്പാടങ്ങൾ ഉൾപ്പെടെയുള്ള മേഖലകളിലും എല്ലാം തന്നെ വലിയ രീതിയിൽ കാട്ടുപന്നി ആക്രമണം രൂക്ഷമാകുന്ന ഒരു സാഹചര്യമുണ്ട്. പലയിടങ്ങളിലും പഞ്ചായത്ത് ഭരണസമിതികളൊക്കെ തീരുമാനമെടുത്ത് ഈ കാട്ടുപന്നികളെ വെടിവെക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് കടന്നിട്ടുണ്ടെങ്കിൽ പോലും അതൊന്നും തന്നെ ഇതിനൊരു പരിഹാരമാകുന്ന രീതിയിലേക്ക് എത്തിയിട്ടില്ല. അത്രത്തോളം രൂക്ഷമായ ഒരു പ്രശ്നമായി ഇത് മാറിയിട്ടുണ്ട്. ആ കാട്ടുപന്നികളുടെ എണ്ണം തന്നെ വല്ലാതെ വ്യാപിച്ചിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ കാട്ടുപന്നിയും മുള്ളംപന്നി തുടങ്ങിയവയെല്ലാം തന്നെ ഇത്തരത്തിൽ മനുഷ്യജീവന് വലിയ രീതിയിൽ പ്രയാസമാകുന്ന ഒരു സാഹചര്യം കണ്ണൂർ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലുണ്ട്. കഴിഞ്ഞ ദിവസമാണ് മുള്ളൻ പന്നി ഓട്ടോയ്ക്ക് കുറുകെ ചാടി ഒരാൾ ഓട്ടോ മറിഞ്ഞ് ഓട്ടോ ഡ്രൈവർ മരിക്കുന്ന സാഹചര്യം ഉണ്ടായത്. അങ്ങനെ ഇത്തരം ഈ വന്യജീവികളെ കൊണ്ടുള്ള ശല്യം വലിയ രീതിയിൽ മനുഷ്യജീവൻ എടുക്കുന്ന രീതിയിലേക്ക് മാറുന്ന ഒരു സാഹചര്യം കണ്ണൂർ ജില്ലയുടെ പല ഭാഗങ്ങളിലുമുണ്ട്. എന്നാൽ ഇത് ശാശ്വതമായി പരിഹരിക്കാൻ ഇപ്പോഴും സാധിക്കുന്നില്ല, അല്ലെങ്കിൽ അതിനൊരു മാർഗം ഭരണാധികാരികളുടെ ഉൾപ്പെടെ മുന്നിൽ ഇല്ല എന്നൊരു പ്രശ്നം ഇപ്പോഴും അഭിമുഖീകരിക്കുന്നുമുണ്ട്. നിഖിൽ, നിലവിൽ ഈ മരിച്ച 75-കാരൻ എന്താണ് ചെയ്യുന്നത്? അദ്ദേഹത്തിന്റെ കുടുംബമൊക്കെ ഇപ്പോൾ എന്താണ് ഇതിലൊരു പ്രതികരണം ആയിട്ട് വരുന്നത്? അത് അത്തരത്തിലുള്ള പ്രതികരണങ്ങളിലേക്ക് പോകേണ്ടുന്ന ഒരു സമയമായിട്ടില്ല. കാരണം 9 മണിയോടുകൂടിയാണ് സംഭവം ഉണ്ടാകുന്നത്. അതിനുശേഷം ഉടനെ തന്നെ തലശ്ശേരിയിലെ ആശുപത്രിയിലേക്ക് എത്തിക്കുന്നു. എന്നാൽ ആശുപത്രിയിൽ എത്തിക്കുമ്പോഴേക്കും ശ്രീധരൻ മരിച്ചിരുന്നു. ഈ പ്രദേശവാസികളിൽ നിന്ന് ആകെ കിട്ടുന്ന ഒരു പ്രതികരണം ഈ ഭാഗത്ത് വലിയ രീതിയിൽ ഇത്തരത്തിൽ കാട്ടുപന്നികളുടെ ശല്യം ഉണ്ട് എന്നുള്ളതാണ്. ഈ കാട്ടുപന്നി ഇയാളെ ആക്രമിച്ച് നിലത്ത് വീണതിന് ശേഷവും വീണ്ടും കുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത് എന്നാണ് ദൃക്സാക്ഷി പറയുന്നത്. അപ്പോൾ അത്രത്തോളം ഗുരുതരമായ പരിക്കുകൾ ശ്രീധരന് ഏറ്റത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നിഖിൽ, കാട്ടുപന്നി ഒരുപാട് കുത്തി എന്നാണ് പറയുന്നത്. ഒരുപാട് തവണ കുത്തിയാണ് ഈ ഇത്രയും വലിയ പരിക്കുകൾ ഉണ്ടായി മരണത്തിന് കീഴടങ്ങിയത് എന്ന് പറയുന്നപ്പോൾ ആ പന്നിയെ പിടികൂടാനുള്ള നടപടിക്രമങ്ങൾ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളിലേക്ക് കടന്നിട്ടുണ്ടോ അവിടെ? നിലവിൽ ഈ ആളുകൾ എത്തുന്ന സമയത്ത് ഈ കാട്ടുപന്നി അവിടെ ഉണ്ടായിരുന്നു. അത് അവിടെ നിന്ന് പിന്നീട് ഓടിപ്പോവുകയായിരുന്നു. പിന്നീട് ഈ ആളുകളുടെ ശ്രദ്ധ പൂർണ്ണമായും ഇദ്ദേഹത്തിന്റെ ജീവൻ രക്ഷിക്കുന്നതിലേക്കായിരുന്നു. അങ്ങനെയാണ് പെട്ടെന്ന് ആശുപത്രിയിലേക്ക് എത്തിക്കുന്നത്. ഏതായാലും ഈ വലിയ ശല്യം അവിടെ ഉണ്ട് എന്ന് നാട്ടുകാർ തന്നെ പരാതി പറയുന്ന സാഹചര്യത്തിൽ ഈ പഞ്ചായത്തിന്റെയൊക്കെ നേതൃത്വത്തിൽ ഈ കാട്ടുപന്നിയെ പിടികൂടുന്നതിനോ വെടിവെച്ച് പിടികൂടുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് കടക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കണ്ണൂർ പാനൂരിലാണ് കാട്ടുപന്നിയുടെ കുത്തേറ്റ് 75-കാരൻ മരിച്ചത്. പാനൂർ വള്ളിയായി സ്വദേശി ശ്രീധരനാണ് മരിച്ചത്. കാട്ടുപന്നി ആക്രമിച്ചത് കൃഷിയിടത്തിൽ വെച്ചാണ്. ആ വിവരങ്ങളാണ് നിഖിൽ നൽകുന്നത്. നിഖിൽ, രാവിലെ 9 മണിയോടെ ഈ ഒരു ആക്രമണം ഉണ്ടായി എന്ന് പറയുമ്പോൾ പകൽ സമയമാണ്, കുട്ടികളൊക്കെ സ്കൂളിലേക്ക് പോകുന്ന ഇന്നിപ്പോൾ ഞായറാഴ്ചയാണ്, അങ്ങനെയുള്ള ഒരു സമയത്താണ് ഇത്തരം ഒരു ആക്രമണം ഉണ്ടായത്. അപ്പോൾ അത് ആ രീതിയിൽ തന്നെ ഇനി ഗൗരവകരമായി അവിടെ ജാഗ്രതാ നിർദ്ദേശം ഉണ്ടാവേണ്ടതല്ലേ? വലിയൊരു ഭീഷണിയായി മാറുന്നുണ്ട് കണ്ണൂർ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ എന്നുള്ളതാണ്. ഈ പ്രദേശത്ത് തന്നെ ഈ പറഞ്ഞതുപോലെ ഞായറാഴ്ചയാണ്, കുട്ടികൾ കളിക്കാനും മറ്റുമായി പുറത്തേക്ക് ഇറങ്ങുന്ന സമയമാണ്. അങ്ങനെ രാവിലെ ആളുകൾ പുറത്തു പോകുന്ന ഒരു സാഹചര്യമാണ്. ഈ സമയത്തൊക്കെ ഇങ്ങനെ കാട്ടുപന്നികൾ പലപ്പോഴും ഈ ആളുകളുടെ ശ്രദ്ധയിൽ പെടുന്നില്ല ഇവയെ എന്നുള്ളതാണ്. രാത്രി കാലങ്ങളിലാണെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു സാധ്യതയെങ്കിലും പറയാം. പക്ഷേ ഈ പകൽ സമയത്ത് ആക്രമിക്കുന്നതിന്റെ ഒരു കാരണം
കുറ്റിക്കാടുകളിൽ ഉൾപ്പെടെ ഇതിങ്ങനെ ഒളിച്ചു നിൽക്കുന്നത് പോലുള്ള സംഭവങ്ങൾ ഉണ്ടാകുന്നു. അതുകൊണ്ട് തന്നെ ഇവയെ പെട്ടെന്ന് കണ്ണൂർ പാനൂരിലാണ് കാട്ടുപന്നിയുടെ കുത്തേറ്റ് 75-കാരൻ മരിച്ചത്. പാനൂർ വള്ളിയായി സ്വദേശി ശ്രീധരനാണ് മരിച്ചത്. കാട്ടുപന്നി ആക്രമിച്ചത് കൃഷിയിടത്തിൽ വെച്ച് ഇന്ന് രാവിലെ 9 മണിയോടുകൂടിയാണ് സംഭവം. പ്രദേശത്ത് പ്രത്യേകം ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നിരവധി തവണ പന്നി ആക്രമിക്കുകയായിരുന്നു. അങ്ങനെയാണ് ഈ ഒരു മരണത്തിലേക്ക് പോയത് എന്നാണ് പറയുന്നത്. സ്ഥലത്ത് വന്യജീവികളുടെ ആക്രമണം ഉള്ള ഒരു സ്ഥലമാണ് എന്ന് പറയുന്നു. ഈ കർഷകന് ദേഹമാസകലം കുത്തേറ്റു. അങ്ങനെയാണ് മരണത്തിന് കീഴടങ്ങിയത്. കണ്ണൂർ പാനൂരിലാണ് ഇപ്പോൾ കാട്ടുപന്നി ഒരു ആളുടെ ജീവൻ എടുത്തിരിക്കുന്നത്. സംസ്ഥാനത്ത് തുടരുന്ന വന്യജീവി ആക്രമണങ്ങളിൽ ഇപ്പോൾ ഒന്നുകൂടി എന്നുള്ളതാണ്, ഒരാളുടെ ജീവൻ നഷ്ടമായി എന്നുള്ളതാണ്. കണ്ണൂരിൽ നിന്നാണ് ഇപ്പോൾ അങ്ങനെ ഒരു വാർത്ത വരുന്നത്. പാനൂരിലാണ് ശ്രീധരൻ എന്ന് പറയുന്ന 75-കാരൻ ഇപ്പോൾ മരണത്തിന് കീഴടങ്ങിയിരിക്കുന്നത്. കൃഷിയിടത്തിൽ വെച്ചാണ് ആക്രമണം ഉണ്ടായത്. നിഖിലാണ് ആ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നത്. നിഖിൽ, ഇപ്പോൾ ഈ ഒരു സംഭവം ഉണ്ടായി ഇത്രയും സമയമായി അവിടെ ബന്ധപ്പെട്ട ജനപ്രതിനിധികൾ, നാട്ടുകാരൊക്കെ എന്താണ് ഇതിൽ പ്രതികരിക്കുന്നത്? നിരന്തരമായി ഇത്തരത്തിൽ ഈ വന്യജീവികളുടെ ശല്യം, പ്രത്യേകിച്ചും കാട്ടുപന്നിയുടെ ശല്യമുള്ള ഒരു മേഖലയാണ്. ഈ കൃഷിയിടങ്ങളിൽ പലപ്പോഴും അവർക്ക് വിളവ് ലഭിക്കാത്ത ഒരു സാഹചര്യമാണ്. പച്ചക്കറികൾ ഉൾപ്പെടെ കൃഷി ചെയ്ത് കഴിഞ്ഞാലും ഈ കാട്ടുപന്നികൾ എത്തി അത് നശിപ്പിക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത് എന്നാണ് നാട്ടുകാർ പറയുന്നത്. മാത്രമല്ല, ഈ രാത്രികാലങ്ങളിലൊന്നും പുറത്തിറങ്ങാൻ പോലും പറ്റാത്ത ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ മാറുന്ന ഒരു അവസ്ഥ കൂടി അവർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഒപ്പം ഈ കുട്ടികൾ ഉൾപ്പെടെ സ്കൂളിലേക്ക് പോകുന്നതും മറ്റും വലിയ ഭീതിയിലാണ് എന്നുകൂടിയാണ് നാട്ടുകാർ പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായും ഇവയെ പിടികൂടുന്നത്, വെടിവെച്ച് കൊല്ലുന്നത് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കാൻ തന്നെയാണ് നാട്ടുകാരുടെ ഒരു ആവശ്യം. ആ നിലയ്ക്കാണ് അത്തരത്തിൽ. പക്ഷേ ഈ കാട്ടുപന്നികളൊക്കെ വെടിവെക്കുന്നതിന് നിയമപരമായി അതിന്റെ എല്ലാ കാര്യങ്ങളും പൂർത്തീകരിച്ച് വേണം പഞ്ചായത്തിനൊക്കെ ഇത്തരത്തിലൊരു തീരുമാനമെടുക്കാൻ. അതിന് പ്രത്യേക സംഘത്തെ നിയോഗിക്കേണ്ടതുണ്ട്. ഇവയെ ഇത്തരത്തിൽ വെടിവെച്ച് കൊന്നാൽ തന്നെ അതിനെ സംസ്കരിക്കുന്നത് ഉൾപ്പെടെയുള്ള നടപടികൾക്കും അതിൻ്റെതായ ക്രമങ്ങളുണ്ട്. അതൊക്കെ പാലിക്കേണ്ടതുണ്ട്. അപ്പോൾ ഇത്തരം നടപടികളിലേക്ക് കടക്കുക എന്ന് പറയുന്നത് പഞ്ചായത്ത് ഭരണസമിതിയൊക്കെ സംബന്ധിച്ചിടത്തോളം കുറച്ചുകൂടി സങ്കീർണമായ കാര്യമാണ്. ആ നടപടിക്രമങ്ങൾ പൂർത്തിയാകുന്നത് വരെയുള്ള കാലതാമസമൊക്കെ എന്തായാലും അതൊരു വലിയ പ്രശ്നമായി തന്നെ മാറും. ഇത് പാനൂർ മേഖലയിൽ മാത്രമല്ല, കണ്ണൂർ ജില്ലയുടെ വിവിധ മേഖലകളിൽ ഇത്തരത്തിൽ ഈ കാട്ടുപന്നി ആക്രമണം വലിയ രീതിയിൽ മനുഷ്യജീവന് തന്നെ ഭീഷണിയാകുന്ന സാഹചര്യമുണ്ട്. രാത്രിയിലൊക്കെ ആളുകൾ സഞ്ചരിക്കുമ്പോൾ ഇരുചക്ര വാഹനങ്ങളും മറ്റും ഈ കാട്ടുപന്നികളെ ഇടിച്ചും അല്ലെങ്കിൽ അവ കുറുകെ ചാടിയും ഒക്കെ അപകടങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യം കണ്ണൂരിൽ പതിവാവുകയാണ്. കഴിഞ്ഞ ദിവസമാണ് ഇതുപോലെ മുള്ളൻ പന്നി കുറുകെ ചാടി ഒരു ഓട്ടോയിലിടിച്ച് ഓട്ടോ മറിഞ്ഞ് ഡ്രൈവർ മരിക്കുന്ന സാഹചര്യം ഉണ്ടായത്. അങ്ങനെ നിരന്തരം മനുഷ്യജീവന് ഭീഷണിയാകുന്ന നിലയിലേക്ക് വന്യജീവി ശല്യം കണ്ണൂരിൽ മാറുന്ന ഒരു സാഹചര്യമാണ്. അതിന്റെ ഏറ്റവും ഒടുവിൽ കാട്ടുപന്നിയുടെ കുത്തേറ്റ് അതും പകൽ സമയത്ത് സ്വന്തം കൃഷിയിടത്തിൽ വെച്ച് ഒരു കർഷകന് കൂടി ജീവൻ നഷ്ടമാകുന്നു എന്നുള്ളതാണ് ദാരുണമായ ഒരു സംഭവമാണ് കണ്ണൂരിൽ നിന്ന് അല്പസമയം മുൻപ് പുറത്തു വരുന്നത്. നിഖിൽ, നമ്മൾ പൊതുവെ വയനാട്, ഇടുക്കി അത്തരം ജില്ലകൾ, മലയോര ജില്ലകളിലാണ് വലിയ തരത്തിൽ വന്യജീവി ആക്രമണങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയും അത്തരം ഭീതി ഉണ്ടാവുകയും അവിടെ അത്തരത്തിലുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങളൊക്കെ ഉണ്ടാവുകയും ചെയ്യുന്നത്. ഇപ്പോൾ കണ്ണൂരിലും വലിയ തരത്തിൽ വന്യജീവി ആക്രമണങ്ങൾ അടിക്കടി ഉണ്ടാകുന്നു എന്നുള്ളതാണ്. ആറളത്ത് ഒക്കെ കഴിഞ്ഞ ദിവസം ഉണ്ടായ കാട്ടാന ആക്രമണം അടക്കമുള്ള വിഷയങ്ങൾ, ഇപ്പോൾ നിഖിൽ സൂചിപ്പിച്ചതുപോലെ മുള്ളൻ പന്നിയുടെ ആക്രമണം, പലതരത്തിലുള്ള വന്യജീവികൾ അവിടെ ആക്രമണം നടത്തുന്നു എന്നുള്ളതാണ്. അപ്പോൾ ജില്ല കേന്ദ്രീകരിച്ച് ഇതിനുള്ള ഒരു മുന്നൊരുക്കങ്ങൾ അല്ലെങ്കിൽ നിർദ്ദേശങ്ങൾ, ഇതിനുള്ള നടപടികൾ എത്രമാത്രം കാര്യക്ഷമമായാണ് ഇപ്പോൾ നടക്കുന്നത്? കണ്ണൂരിൽ ശരിക്കും ഈ വന്യജീവികളുടെ സാന്നിധ്യം കാരണം മനുഷ്യർക്ക് ജീവിക്കാൻ പറ്റാത്ത സാഹചര്യം പല മേഖലകളിലും രൂപപ്പെടുന്നു എന്നുള്ളതൊരു വസ്തുതയായി മാറുകയാണ്. ആറളത്ത് നാം ഈ പറഞ്ഞതുപോലെ കാട്ടാനകൾ മാത്രമല്ല, കാട്ടാനയുടെ ആക്രമണത്തിൽ 2 ദമ്പതികൾ മരിക്കുന്നു. കഴിഞ്ഞ ദിവസം ദമ്പതികൾ തലനാരിഴയ്ക്ക് രക്ഷപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അങ്ങനെ ആറളത്തെ കാട്ടാനകളുടെ ശല്യം ഒരു വശത്ത്, മറ്റൊന്ന് ഈ കാട്ടുപന്നികൾ, ഒപ്പം തന്നെ ഈ പാമ്പുകൾ, വിവിധ ഈ രാജവെമ്പാലയും മൂർഖനും ഉൾപ്പെടെയുള്ള പാമ്പുകൾ ഒരു വശത്ത്. അങ്ങനെ പല വിധത്തിലും ഈ വന്യജീവികൾ മനുഷ്യജീവന് വലിയ ഭീഷണിയാകുന്ന സാഹചര്യം കണ്ണൂർ ജില്ലയുടെ വിവിധ മേഖലകളിലുണ്ട്. അത് മാത്രമല്ല, ഈ കണ്ണൂർ നഗരത്തോട് ചേർന്ന പ്രദേശങ്ങളിലടക്കം ഇത്തരത്തിൽ വന്യജീവി ശല്യം രൂക്ഷമാകുന്നു എന്നൊരു കാര്യം കൂടിയുണ്ട്. മുള്ളൻപന്നി ഉൾപ്പെടെയുള്ള മൃഗങ്ങൾ രാത്രികാലങ്ങളിൽ കണ്ണൂർ നഗരത്തോട് ചേർന്ന പ്രദേശങ്ങളിലടക്കം റോഡ് മുറിച്ച് കടക്കുന്നതൊക്കെ സ്ഥിരം കാഴ്ചയായി മാറുകയാണ്. അപ്പോൾ അങ്ങനെ ഈ രാത്രിയിലുള്ള യാത്രകൾ, ഒപ്പം തന്നെ വീടിൽ നിന്ന് പുറത്തിറങ്ങുന്നത് പോലും വലിയ രീതിയിലുള്ള പ്രശ്നമായി മാറുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. പക്ഷേ ഈ പറഞ്ഞതുപോലെ ഒരു കൃത്യമായ
നടപടികളിലേക്ക് കടക്കുന്ന ഒരു സാഹചര്യം ജില്ലയിൽ എവിടെയും ഉണ്ടായിട്ടില്ല. ആറളത്ത് തന്നെ 2 ജീവൻ നഷ്ടമായതിനു ശേഷമാണ് അധികൃതർ അല്പമെങ്കിലും ഒരു ജാഗ്രതയോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. പക്ഷേ ആ പ്രവർത്തനങ്ങൾ നടക്കുന്നതിനിടയിൽ തന്നെ വീണ്ടും കാട്ടാനയുടെ ആക്രമണം ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. ഈ മലയോര പഞ്ചായത്തുകൾ, ഇപ്പോൾ ഈ ശ്രീകണ്ഠാപുരം, ഇരിക്കൂർ ഉൾപ്പെടെയുള്ള മേഖലകളിൽ വലിയ രീതിയിലാണ് ഈ കാട്ടുപന്നികളുടെ ശല്യം വലിയ പ്രശ്നമായി മാറുന്നത്. ഒരു ടാസ്ക് ഫോഴ്സ് ഒക്കെ രൂപീകരിച്ച് അവയെ പിടികൂടാനുള്ള ശ്രമങ്ങളൊക്കെ ഒരു വശത്ത് നടക്കുമ്പോൾ പോലും അതിനൊരു ശാശ്വതമായ പരിഹാരം, അല്ലെങ്കിൽ അവയെ പൂർണ്ണമായും അവയുടെ ശല്യത്തിൽ നിന്ന് ജനങ്ങളെ രക്ഷിക്കുക എന്ന രീതിയിലേക്ക് ഒരു നടപടിയും സ്വീകരിക്കാൻ അധികൃതർക്ക് സാധിക്കുന്നില്ല എന്നൊരു കാര്യം കൂടിയുണ്ട്. കുറേയേറെ അതിന് ഈ പല നിയമങ്ങളും, വന്യജീവി സംരക്ഷണ നിയമങ്ങൾ പലതും അത്തരത്തിൽ വിഘാതമാവുന്നുമുണ്ട്. മാത്രമല്ല ഈ കാട്ടുപന്നികളെയൊക്കെ കൃഷിയിടത്തിൽ എത്തുന്ന സമയത്ത് കർഷകൻ തന്നെ ഏതെങ്കിലും തരത്തിൽ കൈകാര്യം ചെയ്യാൻ തീരുമാനിച്ചാൽ പോലും അത് അവർക്ക് തിരിച്ചടിയാവുന്ന, അവർ നിയമക്കുരുക്കിൽ പെടുന്ന ഒരു സാഹചര്യത്തിലേക്കൊക്കെ പോകും. അതേസമയം ഇത് പരിഹരിക്കാൻ അധികൃതരുടെ ഭാഗത്ത് നിന്ന് നടപടി ഉണ്ടാകുന്നുമില്ല. അങ്ങനെ വലിയ പ്രതിസന്ധിയിലാണ് കണ്ണൂർ ജില്ലയിലെ പ്രത്യേകിച്ച് മലയോര ഗ്രാമങ്ങളിലുള്ളവർ ഉൾപ്പെടെ കടന്നു പോകുന്നത്. അതിനിടയിലാണ് ഇത്തരം മേഖലകളിൽ കൂടി ഇങ്ങനെ ഈ വന്യമൃഗങ്ങളുടെ ശല്യം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നതും അതിനൊപ്പം അത് മരണത്തിലേക്ക് വരെ എത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നതും. ശരി നിഖിൽ, കണ്ണൂർ പാനൂരിലാണ് കാട്ടുപന്നിയുടെ കുത്തേറ്റ് 75-കാരൻ മരിച്ചത്. പാനൂർ വള്ളിയായി സ്വദേശി ശ്രീധരനാണ് മരിച്ചത്. കാട്ടുപന്നി ആക്രമിച്ചത് കൃഷിയിടത്തിൽ വെച്ച് രാവിലെ 9 മണിയോടുകൂടിയാണ്. തുടരുന്ന വന്യജീവി ആക്രമണത്തിൽ സംസ്ഥാനത്ത് ഒരാളുടെ ജീവൻ കൂടി നഷ്ടമായിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ നിഖിൽ സൂചിപ്പിച്ചതുപോലെ. കണ്ണൂരിൽ വലിയ തരത്തിലുള്ള വന്യജീവി ആക്രമണമാണ്. ജനങ്ങൾക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. പ്രത്യേകിച്ചും ജനങ്ങൾ കൂടുതലായി താമസിക്കുന്ന മേഖലകളിലാണ് വന്യജീവികളുടെ ആക്രമണം ഉണ്ടാകുന്നത്. ഇപ്പോൾ ഒരാളുടെ ജീവൻ നഷ്ടമായി എന്നുള്ളത് ഏറെ വേദനാജനകമായ കാര്യം തന്നെയാണ്.